الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പരിപൂർണ ഭക്തരായിക്കൊണ്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഏതു തലങ്ങളിൽ എടുത്താലും പരമാവധി അള്ളാഹുവിൻ്റെ ദീനിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമുക്ക് നാം ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ദീനീ ജീവിതത്തിൻ്റെ ആത്മസംതൃപ്തി അത് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നത് തീർച്ചയായും നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഭക്തി, സൂക്ഷ്മത എന്നൊക്കെ പറയുന്ന ഒരു പദം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ചർച്ച നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സൂക്ഷ്മതയുള്ളതാക്കാൻ ഉപകരിക്കും എന്നതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമായി ഇന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ള സാഹചര്യം. എന്താണ് ഈ അല്ലെങ്കിൽ ഭക്തി, സൂക്ഷ്മത എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അൽ കെഫു വൽ ഇൻഖിബാദ് എന്ന അറബിയിൽ അതിന് പര്യായ പദം പറയും. അതായത് സംശയകരമായി തെറ്റാണോ എന്ന് നമ്മുടെ മനസ്സാക്ഷി പറയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഈ ഭക്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാനസിക കുറ്റബോധം ഉണ്ടെങ്കിൽ അത് എന്തിനെക്കുറിച്ചാണ്? അത് ഞാൻ അത്ര ചെയ്യണത് ശരിയല്ല, പക്ഷെ എന്നാലും അതിൽ തെറ്റുണ്ടോ എന്ന ഒരു സംശയത്തിന്റെ പേരിൽ ആ തിന്മ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പല രംഗത്തുണ്ടാവും ജീവിതത്തിൽ. അത്തരം തിന്മകൾ ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് മനസ്സംതൃപ്തിയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ആത്മനിർവൃതിയോടുകൂടെ ഈ ഒരു ദീനി ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിന്റെ നിർവചനമായി പണ്ഡിതന്മാർ നൽകിയത് ഹുവ ഇജ്തിനാബു ശുബ്ഹ, സംശയകരമായ കാര്യങ്ങളെ വെടിയുക, ഖൗഫൻ മിനൽ വുഖൂഇ ഫിൽ മുഹറമാത്ത്, നിഷിദ്ധങ്ങളിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട് ഒഴിവാക്കുന്ന കാര്യങ്ങൾ.
അഥവാ അത് ഹറാമാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെയാണ് ഭക്തി, സൂക്ഷ്മത. അത്ര കൃത്യമല്ലെങ്കിൽ എന്താണ് ചെയ്യട്ടെ, അതുകൊണ്ട് ചില ഗുണങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ കിട്ടുമ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകട്ടെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ നിർവചനം തർക്കുമായി യുഹ്ഷാ ലററുഹു ഫിൽ ആഖിറ, പരലോകത്ത് നമുക്ക് വല്ല ബുദ്ധിമുട്ടും വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിക്കുന്ന കാര്യം. എന്തെങ്കിലുമൊക്കെ അത് കുറ്റമാണെങ്കിൽ ഈ പരലോകത്ത് വല്ല ശിക്ഷയും കിട്ടുമോ എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്ന കാര്യങ്ങൾ. സത്യത്തിൽ വസ്തിയാബക്ക ഫത്വഹിർ എന്ന് ഖുർആൻ പറയുന്നു. അതായത് മനുഷ്യന്റെ മനസ്സിന്റെ സമ്പൂർണമായ ശുദ്ധീകരണത്തെ അള്ളാഹ് ഉപമിച്ചത് ഒരു വസ്ത്രത്തോടാണ്. നമ്മൾ കഴുകിക്കഴിഞ്ഞാൽ 100% ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഡ്രസ്സ് പറഞ്ഞത്. എവിടെയെങ്കിലും ചെറിയൊക്കെ അലക്കി കഴിഞ്ഞിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കറയെന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ ചളിയാണെന്ന് സംശയിക്കുന്ന ഒന്ന് കണ്ടാൽ പോലും അത് നീക്കം ചെയ്യാൻ പരിശ്രമിക്കും വസ്ത്രത്തിലാണെങ്കിൽ. അതുകൊണ്ടാണ് അള്ളാഹ് അങ്ങനെ പറഞ്ഞതാണ് തിയാബക്ക ഫത്വഹിർ. അപ്പൊ അത്രമാത്രം മനസ്സ് സംശുദ്ധമാകുമ്പോഴാണ് നമുക്കത് യഥാർത്ഥത്തിൽ അത് അനുഭവിക്കാൻ പറ്റുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ അബാ ഹുറൈറ കുൻ വരിഅൻ തകുൻ മിൻ അഅബദന്നാസ്, നീ എന്ത് ചെയ്യുക, ഏറ്റവും ഭക്തിയുള്ളവനാവുക. അപ്പോ നീ എന്തായിരിക്കും, മൻ അഅബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അധികം ഭക്തിയുള്ള, അള്ളാഹനെ ആരാധിക്കുന്ന ഏറ്റവും നല്ല ഭക്തനാകൽ എപ്പോഴാണ്? നിനക്ക് സൂക്ഷ്മത ഉണ്ടാകുമ്പോഴാണ്. അതായത് സംശയകരമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുമ്പോഴാണ്. ധാരാളം ഗുണങ്ങളുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും ഞാൻ എന്താണ് ഒഴിവാക്കേണ്ടത് എന്ന്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ബോധ്യം ഉണ്ടാവും. അത് ഒഴിവാക്കി കിട്ടുന്ന ഗുണങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് മനസ്സമാധാനമാണ്. നമ്മൾ ദീനിയായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ആത്മസംതൃപ്തി കിട്ടും. മാ ഹാക്കഫി സ്വദരിക് വ കരിഹ്താൻ എത്തരി അലൈഹിന്നാസ്, നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം നീ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞല്ലോ, അതാ ആ മനസ്സമാധാനം കിട്ടും. അതേപോലെ തന്നെ രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹറാമിൽ നമ്മൾ ചെന്ന് പെടൂല. ഈ സംശയകരമായ കാര്യങ്ങളിലൂടെയാണ് ചെറിയ സാമ്പത്തിക രംഗത്ത് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പിന്നെ സാമ്പത്തിക രംഗത്ത് കടുത്ത അനീതികൾ ചെയ്യാനും ഹറാമുകൾ ചെയ്യാനുള്ള ധൈര്യം അവിടുന്നാണ് പിന്നെ കിട്ടുക. അത് മറ്റൊരു കാര്യം, ഉപകാരമില്ലാതെ കുറേ സമയം നമുക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തെറ്റാണോ സംശയിക്കുന്ന കാര്യങ്ങൾ ഒരാളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇപ്പോൾ തെറ്റാവോ എന്ന് വിചാരിച്ച് ഒഴിവാക്കുകയാണെങ്കിൽ കുറേ സമയം ലാഭിക്കാൻ പറ്റും ജീവിതത്തിൽ. ഇപ്പോൾ കുറേ ഞാൻ പൈസ വെച്ചിട്ടൊന്നല്ല ഞങ്ങൾ കളിക്കണത് എന്ന് പറഞ്ഞ് ഈ പഴയ ചീട്ടുകളിൻ്റെ അതേപോലെ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ആൾക്കാർ ബസ് സ്റ്റോപ്പിലൊക്കെ കയറിയിട്ട് കളിക്കും. എത്ര മണിക്കൂറാണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കളിച്ചിരിക്കുക. അപ്പൊ സ്വാഭാവികമായി ഒന്നുമില്ല, പൈസ വെച്ചല്ലേ കളിക്കണേ എന്നാണ് അവർ പറയാ. എങ്കിൽ പോലും അത് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം സംശയാസ്പദമാണ്, സമയം കുറെ നഷ്ടമാണ്. അപ്പൊ സൂക്ഷ്മത, ഭക്തി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത്തരം സംശയകരമായ കാര്യം ഉപേക്ഷിക്കുമ്പോൾ കുറെ സമയം കിട്ടുന്നതാണ്. അള്ളാഹിന് ഇഷ്ടം കിട്ടും, സ്വർഗം കിട്ടും, ധാരാളം നേട്ടങ്ങളുടെ ഒരു കാര്യമാണ്. ഈ ഭക്തി നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിവ് വേണം. നമ്മളിങ്ങനെ കേൾക്കുമ്പോഴാണ് ഉണ്ടാവുക. അതായത് ഒരാൾ മരിച്ച്, പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞതാണ്, മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ കുറേ ആളുകൾ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, എന്ത് പാപ്പ ഞങ്ങൾക്ക് പൈസ തരാണ്ട്, എനിക്ക് പൈസ തരാണ്ട്, എനിക്ക് പണം തരാണ്ട് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ എന്ത് ചോദിച്ചാൽ ഇവൻ എന്ത് ചെയ്തു, അത് സംശയാസ്പദമാണ്, സംശയാസ്പദമായത് ഒഴിവാക്കാനാണ് വിധി എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും കൊടുത്തില്ല എന്നാണ്. അതല്ല ശരിക്കും ഈ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. അവിടെ വാപ്പാന്റെ കടം വീട്ടുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് വീട്ടാൻ എന്തല്ല, അത് സംശയമാണെന്നുള്ളതൊക്കെ ഒഴിവാക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയണം, ഏത് വിഷയത്തെക്കുറിച്ചുമുള്ള ശരിയായ അറിവുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ ചെറിയൊരു സംശയം നമുക്കുള്ള കാര്യം എന്താണോ നമ്മൾ ഒഴിവാക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ വചനങ്ങളുണ്ട്. വൽ ഇത്മു മാ ഹാക ഫസ്തരിക്, പാപം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. കരിഹ്താൻ യത്തലി അലൈഹിന്ന, ജനങ്ങൾ അറിയാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് ആൾക്കാർ അറിഞ്ഞുകൂടാ എന്ന് വിചാരിക്കുന്ന കാര്യം അത് ഒഴിവാക്കണം. അത് ഇത്തരം കാര്യങ്ങളാണ്. ഇന്നകലൻ തദാ ഷൈഅൻ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഒരു കാര്യം ഇങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ നീ ഒരു കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ ഇല്ല ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൻ ലക മിൻഹു, അതിനേക്കാളും ഉത്തമമായ ഒരു കാര്യം അള്ളാഹു നിനക്ക് ബദലായി, പകരമായി തരുന്ന. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു തെറ്റാണെന്ന് വിചാരിച്ച് കൊണ്ടുനടക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതാണ്ട് ഒഴിവാക്കിയാൽ അള്ളാഹു ഖൈറായ ഒന്ന് നമുക്ക് തരുമെന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനം, അർബഉൻ ഇദാ കുന്ന ഫീക, 4 കാര്യം നിന്നിലുണ്ടെങ്കിൽ ഫലാ അലൈക മാ ഫാതക മിന ദുനിയ, ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും നിനക്കൊരു പ്രശ്നമില്ല. ദുനിയാവിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 4 എണ്ണം ഉണ്ടെങ്കിൽ.
ഒന്ന് ഹിഫ്ളു അമാന, നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുന്നവനാവുക. വസിദുഖു ഹദീസ്, നല്ല വർത്താനം പറയുമ്പോൾ സത്യസന്ധത പാലിക്കാം. വഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം. വഇഫ്ഫത്തു ഫീ തഅമിഹി എന്നാണ്. അതൊക്കെ ഒരു തീരുമാനാക്കേണ്ട കാര്യമാണ് സുഹൃത്തുക്കളെ. വഇഫ്ഫത്തു ഫീ തഅമിഹി എന്നാണ് എന്തറിയോ? തിന്നണത് നല്ലതേ തിന്നുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി, ആ പവിത്രത. നമുക്ക് കിട്ടുന്ന ക്യാഷ് എന്നാണ് നമ്മൾ തിന്നണത്, നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയൊക്കെ ഭക്ഷിക്കുന്നത്. അതൊരിക്കലും അവരുടെ രക്തങ്ങളിൽ, അവരുടെ സിരകളിൽ ഹറാമിന്റെ കലർപ്പുണ്ടായിക്കൂടാണ്. അത് അള്ളാഹുവിലേക്ക് കൈ ഉയർത്ത കേൾക്കാത്ത കാര്യം. അവിടെ തിന്നണത് എന്താണ്? അത് ഹലാലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സംശയമുള്ളത് നമ്മൾ എടുത്തു കൊണ്ടുവരരുത്. സംശയകരമായത് ഈ രാത്രി നല്ല വിശന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴേ വിരിപ്പിലിങ്ങനെ കാണാൻ കാരക്ക കിടക്കും. അപ്പൊ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൂല, അതെടുത്ത് ഭക്ഷിക്കണം എന്നത്ര വിശപ്പുണ്ട്. എന്തെടുക്കാത്ത എന്താ നിങ്ങൾ? അഥവാ അത് തനിക്ക് നിഷിദ്ധമായ സ്വതക്കയുടെ ധനമാണെങ്കിലോ എന്ന് വിചാരിച്ച് സംശയാസ്പദമായതുകൊണ്ട് അത് തിന്നൂല എന്നാണ്. ഇത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അത്രയും സൂക്ഷ്മത നമ്മൾ എന്ത് ചെയ്യണം? പാലിക്കേണ്ടതുണ്ട്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറു മുസ്തബിഹാത്ത് ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് ഫമനിത്തഖ ശുബ്ഹാത്ത് ഇസ്തബ്റഅ ലിദീനിഹി വ ഇർളിഹി. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. അതിന്റെ ഇടയിൽ വ്യക്തത ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതിനെ ഉപേക്ഷിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറഞ്ഞാൽ. അതായത് എന്താണ്? നമുക്ക് ധൈര്യം ഉണ്ടെങ്കിലും വേലിന്റെ അരിക്കൽ കന്നിനെ മേയ്ക്കരുത് എന്നാണ്. മേയ്ച്ചാൽ എന്ത് ചെയ്യും? അപ്പുറത്ത് വിളയാണ്. ഒന്ന് കഴുത്ത് നീട്ടിപ്പിടിച്ചാൽ വിള കടിക്കാവുന്ന സ്ഥലത്ത് ആടിനെ മേയ്ക്കരുത്. തിന്മയിലേക്ക് പോകാവുന്നതിന്റെ പരിസരങ്ങളിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഇനിയുമുണ്ട് ധാരാളം വചനങ്ങൾ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നല്ലൊരു മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? തർക്കുഹു മാ ലാ യഅനി. ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. എന്തെങ്കിലും നമുക്കൊരു പ്രയോജനം കിട്ടാത്ത ഒന്നിനും പണവും സമയവും ഒന്നും നമ്മൾ എന്ത് ചെയ്യുക? ചെലവഴിക്കാതിരിക്കുക. വെറുതെ ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഈ ഭക്തി നമുക്ക് ആവശ്യമാണ്. ഇപ്പോ പിന്നെ നോക്കൂ നിങ്ങൾ, സ്വർണം ഏറ്റവും വില കൂടി ഇന്ന് ആളുകൾ വാങ്ങുന്നൊരു കാര്യം സ്വർണം. പക്ഷെ സ്വർണത്തിന് എന്തൊക്കെ ബിസിനസ്സുകളും എന്തൊക്കെ തട്ടിപ്പുകളുമാണ് സ്വർണത്തിന്റെ പേരിൽ നടക്കുന്ന സുഹൃത്തുക്കൾ. ചിലപ്പോൾ ആളുകളും ചില ആളുകൾ എന്ത് ചെയ്യും? പിന്നെ സ്വർണ്ണക്കടകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഷെയർ തണ്ട് വാങ്ങും. അപ്പൊ നമ്മളിപ്പോ ഒന്ന് ഒരു 1,00,000 രൂപ കൊടുത്താൽ ആ 1,00,000 അവർ സ്വർണം വാങ്ങി. എന്നിട്ട് അതിന്റെ ഒരു ഡിവിഡൻഡ് നിലയ്ക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സംഖ്യ മാസത്തിൽ ഒരു 5,000 എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് കൊടുക്കും. ലാഭമാണെങ്കിൽ സുഹൃത്തുക്കൾ ഈ സ്വർണത്തിനൊക്കെ വില കൂടുമ്പോൾ എത്ര കിട്ടണം അവർക്കൊക്കെ എല്ലാ കാലവും. അപ്പൊ അവസാനം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. തരൂ, ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളാ കൊടുത്ത 1,00,000 അന്ന് സ്വർണം നമ്മൾ വാങ്ങിയിട്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്ന ലാഭത്തെക്കാളും ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്. അത്ര വലിയ തട്ടിപ്പുകൾ നടത്തിയിട്ടാണ് ആൾക്കാർക്ക്. അയാൾ പാർട്ട്ണർ ആണെങ്കിൽ അയാൾക്ക് കൃത്യമായ ലാഭം കൊടുക്കണം, നഷ്ടം വന്നാൽ അയാൾ അറിയിക്കണം. അങ്ങനെയാണ് മുന്നോട്ട് പോയി. എന്തൊക്കെയാണ് സ്വർണം ബുക്ക് ചെയ്യുന്ന കാര്യം? എത്ര ഹദീസിൽ പറഞ്ഞത് എന്താണ്? ലാ തബിഉ ദഹബ ബിദ്ദഹബ് ഇല്ല മിസ്ലം ബിമിസ്ൽ എന്നാണ്. എത്രമാത്രം നിങ്ങൾ പഴയ സ്വർണം കൊണ്ടുപോയി കൊടുത്തിട്ട് പുതിയത് വാങ്ങുമ്പോൾ ആദ്യം പഴയ സ്വർണം കൊടുത്തതിന്റെ പണം നമ്മൾ വാങ്ങി വെക്കണം, എന്നിട്ട് അതുകൊണ്ട് പുതിയത് വാങ്ങണം എന്നാണ്. സ്വർണത്തിന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ആലോചിക്കും നിങ്ങൾ, എത്ര ഗൗരവമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊക്കെ പലിശയുടെ ഇനത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത്. അത്ര സൂക്ഷ്മത വേണമെന്നാണ്. അപ്പൊ പല സന്ദർഭങ്ങളിലും എന്താണ് ഇത്തരം സൂക്ഷ്മതകൾ നമുക്ക് പാലിക്കും. എല്ലാ രംഗത്തും വെറുതെ ഈ പെണ്ണുങ്ങളുടെ ഈ AI ഉണ്ടാക്കിയ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? ചില കമന്റുകളും കാര്യങ്ങളും ചോദിക്കുന്നത് ഇഷ്ടം പോലെ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഏതെങ്കിലും ഒരു 10 മിനിറ്റ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ പടച്ചോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നൊരു ഭക്തി ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സും ജീവിതവും ഒക്കെ നശിക്കാൻ ഒരു അരമണിക്കൂർ ഫോൺ നോക്കിയിരുന്നാൽ മതി. എത്ര സൂക്ഷ്മതയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നറിയാനാണ്. അത് നമുക്കതുകൊണ്ട് സംതൃപ്തി. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കും, സംതൃപ്തി ഇല്ലല്ലോ. അതിന്റെ സംതൃപ്തി കിട്ടാത്തതിന്റെ കാര്യം സംശയകരമായ ഇത്തരം കാര്യങ്ങളെ സൂക്ഷിക്കാതെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ എല്ലാ കാര്യത്തിലുണ്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ജോലി സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരെ കരപ്പിടിക്കണം ഒക്കെ അധികം നമ്മുടെ തൊഴിലിലൂടെ നമ്മൾ നീതി പുലർത്തും. ഇന്ന് നമുക്കൊരു 500 റുപ്യ നമ്മളെ മുതലാളി തരുന്നുണ്ടെങ്കിൽ ആ 500-ന് ഇന്നത്തെ സേവനത്തിൽ നീതി പുലർത്തിയോ എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് ബാഗ് കൊടുത്ത് പോകുമ്പോൾ ആത്മസംതൃപ്തി കിട്ടുള്ളൂ. അതാണ് വറവ്, അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. നോക്ക് നിങ്ങൾ, വെറുതെ സംസാരത്തിൽ സഹപ്രവർത്തകനെ കുറിച്ച്, മേലുദ്യോഗസ്ഥനെ കുറിച്ച്, അന്യ പാർട്ടിക്കാരനെ കുറിച്ച് ആ ചർച്ചയാണ്. ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് കുറ്റം പറയലൊരു ആത്മസംതൃപ്തി. ഇതിനൊക്കെ സുഹൃത്തുക്കളെ, ഇതൊക്കെ തെറ്റാണോ? അല്ല. ഞാനൊരു നല്ല കാര്യം പറയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ, ഉപദേശിക്കാൻ
എന്ത് പറഞ്ഞാലും ഒരു അന്യൻ ഇഷ്ടപ്പെടാത്തത് അവന്റെ അഭാവത്തിൽ പറഞ്ഞാൽ അത് തെറ്റന്നെയല്ലേ? എത്ര വലിയ സൂക്ഷ്മതയാണ് നമ്മുടെ പൂർവികന്മാരായ ആളുകൾ കൈക്കൊണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തൊക്കെ എത്ര സൂക്ഷ്മതയോടുകൂടെയാണെന്നാണ്. ഒരു സംഭവം ഇത് വായിക്കുമ്പോൾ ബുഖാരി മുസ്ലിമിൽ ഒരു സംഭവം കണ്ടു. എന്താ വെച്ചാൽ ഒരാളൊരു സ്ഥലം വാങ്ങണം. ആ ഭക്തിന്റെ ശരിക്കുള്ള നിർവചനവും ആശയം നമുക്ക് മനസ്സിലാവുന്നത് കേൾക്കുമ്പോൾ ഒരു സ്ഥലം വാങ്ങി. അപ്പൊ സ്ഥലം വാങ്ങി ആ സ്ഥലം ഉപയോഗിക്കാൻ നോക്കുമ്പോൾ അതിലെന്താണ് ഒരു ചെറത്ത്, ഒരു സ്വർണത്തിന്റെ കുടം ആ സ്ഥലത്തുനിന്ന് കിട്ടി. അപ്പൊ ഈ വാങ്ങിയ ആള് പറഞ്ഞു, എന്തറിയോ, ഞാൻ എൻ്റെ അടുത്ത് സ്ഥലേ വാങ്ങിയിട്ടുള്ളൂ, സ്വർണത്തിന്റെ കുടം വാങ്ങിയിട്ടില്ല, അവിടെ നിനക്ക് തിരിച്ചു തരുന്നു പറഞ്ഞ് തിരിച്ചു. അപ്പൊ അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, അയാളെ ഭക്തി കൊണ്ട് അയാൾ പറഞ്ഞു, എന്തറിയോ, ഞാൻ നിനക്ക് ആ സ്ഥലത്തുള്ളത് മുഴുവനും വിറ്റിട്ടുണ്ട്, അവിടെ ആ സ്ഥലത്ത് നിന്ന് എന്ത് കിട്ടിയാലും നിനക്ക് എടുക്കാം. രണ്ടാളും എടുക്കാൻ തയ്യാറ്. അതാ ഭക്തി. രണ്ടാൾക്കും സംശയം, ഇത് എനിക്ക് എടുക്കാൻ പറ്റുമോ? അവസാനം അവരെന്ത് ചെയ്തു, ഒരു മസ്ലഹത്തിന് വേണ്ടി ചെന്നു. മസ്ലഹത്തിന് വേണ്ടി ചെന്ന സമയത്ത് രണ്ടാളോട് എന്ത് പറഞ്ഞാലും രണ്ടാളും എടുക്കാൻ തയ്യാറാവൂല. അലക്കുമ വലത്, ആ മധ്യസ്ഥൻ ചോദിച്ചു, നിങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കാല അഹദുമ, ഒരാൾ പറഞ്ഞു, ഇല്ല ഊല, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. അപ്പൊ കാൽ ആഹർലി ജാരിയ, മറ്റൊരാൾ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. കാല, അപ്പൊ ഈ മധ്യസ്ഥൻ പറഞ്ഞു, അൻകഹുൽ ഗുലാമൽ ജാരിയ, എന്നാ അവനെ കൊണ്ട് ഇവളെ ഉണ്ട് കല്യാണം കഴിപ്പിച്ചളി. എന്നിട്ട് അംഫിക്കു അല അംഫുസിക്കുമാ മിൻകു വതസദ്ദഖ, എന്നിട്ട് ഈ സാധനങ്ങൾ എന്ത് ചെയ്താൽ മതി, അവർക്ക് രണ്ടാർക്കും ജീവിക്കാൻ വേണ്ടി കൊടുത്തളിയും എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. എത്രമാത്രമാണ് ആ സൂക്ഷ്മത! പണം കണ്ടാൽ ആർക്കെങ്കിലും വല്ല സൂക്ഷ്മത ഉണ്ടാവും? രണ്ടാക്കും വേണ്ട. എന്താ, അദ്ദേഹം വാങ്ങണ സമയത്ത് അങ്ങനെ ഒന്നും മനസ്സിലില്ല, വിൽക്കണ സമയത്തുമില്ല. അതുകൊണ്ട് തനിക്കും അത് അവകാശപ്പെട്ടതാണോ എന്നുള്ള കാര്യം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂക്ഷ്മത നമുക്ക് അറിയാലോ. ഇത് ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, കാരക്ക എല്ലാവർക്കും അറിയുന്നതാണ്. കാരക്ക, സ്വതക്കയിൽ നിന്നുള്ള കാരക്കെടുത്ത് വായിലിട്ടപ്പോൾ കിഹ് കിഹ് ഇർബിബിഹ, മോനെ അത് എറിഞ്ഞു കളയാന്നാണ്. അമാ ശഅർത അന്നാ ലാ നഅകുലു സ്വതക്ക, നമുക്ക് സ്വതക്ക തിന്നാൻ പറ്റൂല എന്ന് എനിക്കറിയില്ല. ഒരു ചെറിയ കുട്ടിന്റെ വായിൽ നിന്ന് വായിലും വിട്ട് മധുരമാണ് അറിഞ്ഞ കാരക്ക പിടിച്ചു വാങ്ങുമ്പോൾ ആ സൂക്ഷ്മത, ആ ഭക്തി, അവിടെയാണ് സുഹൃത്തുക്കൾ. അങ്ങനത്തെ ഒരു രംഗം ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇതിന് അവകാശപ്പെട്ടവരാണ്. നേരത്തെ പറഞ്ഞാണ് വിരിപ്പിൽ കണ്ടത്. ഇന്നീല അങ്കലിബു ഇലാഹലി അജിദു തമ്രത്ത സാക്കിത്തുന്നാല ഫിറാഷി, എന്റെ വിരിപ്പില് കാരക്ക വീട് കിടക്കുന്നത് ഞാൻ കാണും. പല അതിരി അമിൻ തംബ്രി സ്വതക അമിൻ തംബ്രി അഹിലി, ഇതെന്താണ്, എന്റെ വീട്ടിലത്തതാണോ അതോ സദക്കൻ്റെതാണോ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഫല അകുലുഹ, ഞാൻ അതിനെ ഭക്ഷിക്കാറില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലേറെ ആ ഭക്തിയുടെ, നമ്മുടെയൊക്കെ ഭക്തി പരീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടമാണ്. അതായത് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം പറഞ്ഞു കപട വിശ്വാസികളായ ആളുകൾ. വലിയ സംഭവമാണ്, ഹദീസുൽ ഇഫ്ക് എന്ന് പറയും. ആ സംഭവം നടക്കുന്ന സമയത്ത് എന്തായാലും ഈ സഹഭാര്യമാർ തമ്മിൽ ഒരു ചെറിയ മാനസിക പൊരുത്തക്കേട് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് എതിർപ്പുള്ള ഒരാളെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പോൾ അപ്പോഴാണല്ലോ ഇല്ലെങ്കിലും മോശപ്പെട്ട അഭിപ്രായം പറയാൻ മനസ്സാഗ്രഹിക്കുക. അവിടെ ഭക്തി കാണൂലല്ലോ. സൈനബ റളിയല്ലാഹു അൻഹയോട് നബി ചോദിക്കുന്നുണ്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ, മാ അലിംതി മാ റഅയ്തി, എന്താ ആയിഷ അങ്ങനെ ചെയ്യൂ, ആയിഷയെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഫഖാലത്ത്, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അഹ്മി സംഇ വബസരി, ഞാൻ എന്റെ കണ്ണിനെയും കാതിനെയും ഞാൻ സൂക്ഷിക്കുന്നു. വല്ലാഹി മാ അലിംതു അലൈഹ ഇല്ലാ ഖൈറ, ആയിഷയെ കുറിച്ച് ഞാൻ ഖൈറല്ലാതെ ഒന്നും എനിക്കറിയില്ല. അവർ നല്ലവരാണ്, അവർക്ക് അങ്ങനത്തെ ഒരു വേണ്ടാത്തരവും സംഭവിക്കില്ലെന്നാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ സൈനബ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ വാക്കിനെ കുറിച്ച് പറയാണ്, ഹിയല്ലത്തി കാനത്ത് തുസാമീനി ഫഅസമഹല്ലാഹു ബിൽ വറ, എന്നെ സംരക്ഷിച്ച് സംസാരിച്ചു, അത് അവരുടെ ഭക്തിയാണെന്ന്. തന്റെ സഹഭാര്യയായ കൂടെയുള്ള ആളെ പറ്റിയും ഒരു അഭിപ്രായം പറയാൻ അവസരം കിട്ടുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ പറ്റി മോശം പറയാം അല്ലെ, നമുക്കിഷ്ടമില്ലാത്തൊരു അയൽവക്കക്കാരന്റെ മകൾക്ക് കല്യാണാന്വേഷണം വരുമ്പോൾ അത് മുടക്കാൻ എന്തെങ്കിലും നുണ പറയാം. അവിടേക്ക് ഒരു സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് തന്നെ കയറിയില്ലേ, അതായത് ഈ അടിമകളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ നികുതികൾ വാങ്ങും, അങ്ങനെ വാങ്ങുന്ന നികുതിയിൽ അങ്ങനെ എന്തെങ്കിലും ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടിയൊരു പൈസ തിന്ന് അതിനുള്ള ഭക്ഷിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇത് എവിടുന്ന് കിട്ടിയാന്നറിയോ, കുന്തു തകഹൻതു ലിൽ ഇൻസാൻ ഫിൽ ജാഹിലിയ, ഞാൻ ജാഹിലിയത്തിൽ ഒരാൾക്ക് ഒരു ജോത്സ്യപ്പണി ചെയ്തു കൊടുത്തിരുന്നു പണ്ട്, അന്ന് കുറച്ച് പൈസ കിട്ടാനുള്ളതാണ്, എനിക്ക് അറിയുന്നില്ല, ഒരു തട്ടിപ്പ് പരിപാടി അങ്ങനെയാണല്ലോ, എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ തുകയാണെന്ന്. അബൂബക്കർ സിദ്ദീഖ് എന്താ ചെയ്തില്ല, അദ്ഖല അബൂബക്കർ യദഹു ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി എന്നാണ്.
ഒരു ഹറാമ് തിന്നുപോയപ്പോഴേ വായന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് വയറ്റിലുള്ളതും കൂടെ ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ ഉള്ളിൽ പെട്ടുപോകരുത് നിഷിദ്ധമായ ഒരു കാര്യം എന്നതിന്റെ സൂക്ഷ്മത ഭക്തി. അപ്പൊ സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമേ ഇതുള്ളൂ. അള്ളാഹു മാത്രം അറിയുന്ന രംഗങ്ങളിൽ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഭൗതിക ഗുണങ്ങൾ കിട്ടുന്നിടത്ത് ശരിയല്ലെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വിട്ടു നിൽക്കാനുള്ള മാനസിക ഭക്തി ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ ഈമാൻ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതോട് സുഹൃത്തുക്കളെ സൂക്ഷിക്കുക. കയ്യിൽ ഇങ്ങനെ ഈ ആൻഡ്രോയിഡ് ഫോണും പിടിച്ച് നടക്കണ, എത്രയോ സമയം വെറുതെ കിട്ടുന്ന, ജീവിതത്തിൽ പുറത്തിറങ്ങിയാൽ മുഴുവനും തിന്മകൾ മാത്രം കാണാൻ പറ്റുന്ന ലോകത്ത് ജീവിക്കുമ്പോൾ പരമാവധി സൂക്ഷ്മത പാലിക്കുവാൻ, നമ്മുടെ സൂക്ഷ്മത, ഹൃദയത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്താം. പലപ്പോഴും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും തൗഫീക്ക് അള്ളാഹ് നമുക്ക് തരണം. എങ്കിൽ മാത്രമേ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്കൊരു കാര്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തഖ്വയോടുകൂടി ഈമാനോടുകൂടിയൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അള്ളാഹിനോട് നമ്മൾ ചോദിക്കണം. അങ്ങനത്തെ ധാരാളം പ്രാർത്ഥനകൾ നബി സ്വല്ലല്ലാഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അറിയുന്ന പ്രാർത്ഥനകൾ തന്നെയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, നിന്നോട് ഞാൻ സന്മാർഗ്ഗത ചോദിക്കുന്നു, സൂക്ഷ്മതയെ ചോദിക്കുന്നു, പരിശുദ്ധിയെ ചോദിക്കുന്നു, ഐശ്വര്യത്തെ ചോദിക്കുന്നു എന്ന് പറയും. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലുമൊക്കെ വന്ന് നബിന്റെ അടുക്കൽ വന്ന് മുസ്ലിം ആയി കഴിഞ്ഞാൽ നബി പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ പ്രാർത്ഥന. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ, കാരണം ഒരാൾക്ക് മുസ്ലിം ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ മുഴുവനും ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് കൊണ്ട് ആ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബന അലാ തഅതിക്. ഇമാം മുസ്ലിം റിപ്പോർട്ട് കാണാൻ പറ്റും. ഹൃദയങ്ങളെ മാറ്റുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്നെ അനുസരിക്കുന്ന അനുസരണത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആത്മാർത്ഥമായ ഒരു ഭക്തിക്ക് വേണ്ടി, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അള്ളാഹുവോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാൻ. ഈ പ്രതിസന്ധി നിറഞ്ഞ ചുറ്റുപാടിൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാൻ. ലോകത്ത് പല ഭാഗങ്ങളിലും പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരന്മാരുണ്ട്. അവർക്ക് അള്ളാഹു നീ ആശ്വാസവും സമാധാനവും മോചനവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമെന്നാണ്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശത്രുക്കളുടെ എല്ലാ ശ്രമങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന സ്രിഫ് عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل